الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ബഹുമാനമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്ന സമയം അനസ് ഇബ്നു മാലിക് അൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നു, മദീനക്കാർ അന്ന് 2 ദിവസങ്ങളിൽ ആഘോഷിച്ചിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരോട് ചോദിച്ചു, മാ ഹാദാനിൽ യൗമാൻ, നിങ്ങൾ ഈ ആഘോഷിക്കുന്ന 2 ദിവസങ്ങൾ ഏതാണ്? അവർ പറഞ്ഞു, പ്രവാചകരെ, ജാഹിലിയ കാലഘട്ടം തൊട്ടേ ഈ 2 ദിവസങ്ങളിൽ നാം ആഘോഷങ്ങൾ നടത്താറുണ്ട്. നെയ്റൂസ്, മെഹർജാൻ എന്ന പേരിലുള്ള 2 ആഘോഷങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, ഖദ് അബ്ദലകുമുല്ലാഹു ബിഹിമാ ഖൈറൻ മിൻഹുമാ ഈദൽ ഫിത്ർ വ ഈദൽ അദ്ഹ. ആ 2 ദിവസങ്ങൾക്ക് പകരം അതിനേക്കാളും നല്ല 2 ദിവസങ്ങൾ ആഘോഷിക്കാൻ, ആസ്വദിക്കാൻ, ആർമാദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കിതാ പകരം നൽകിയിരിക്കുന്നു. അത് ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹയുമാണ്. ആ ദിവസങ്ങളിൽ നിങ്ങൾ ആഘോഷിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. സഹോദര, ഇത് നമുക്ക് ആഘോഷിക്കാനുള്ള ദിവസമാണ്. ഈദുൽ അദ്ഹ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാനുള്ളതാണ്, ആസ്വദിക്കാനുള്ളതാണ്. അല്ലാഹു നൽകിയ മഹത്തായ ഒരു ദിനം. ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അഅ്ളമുൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ. അല്ലാഹുവിനരികിൽ ഏറ്റവും മഹത്വമുള്ള ദിവസം അത് പെരുന്നാൾ ദിവസമാണ്. ബലിപെരുന്നാളിൻ്റെ ദിവസമാണ് ഒരു വർഷത്തിലെ 365 ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദിവസമെന്ന് ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു വർഷത്തിൽ നാം ജീവിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദിവസമാണ് ഇന്നത്തെ ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, യൗമുൽ ഈദ് വസലാത്തുൽ ഈദ് മിൻ അഅ്ളമി ശആഇരിൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ ചിഹ്നങ്ങളിൽ ഏറ്റവും മഹത്വപ്പെട്ട ചിഹ്നമാണ് പെരുന്നാൾ നിസ്കാരമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദര, ഇത് ഇബാദത്താണ്. ഈ ദിവസം ആഘോഷിക്കുക എന്നുള്ളത് ഇബാദത്താണ്. നീ ആഘോഷിച്ചാൽ, നീ സന്തോഷിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് ഈ ദിവസത്തിന് പകരമായി അല്ലാഹു അവങ്കൽ പ്രതിഫലം നൽകുമെന്ന് അല്ലാഹുവിൻ്റെ ഈ ദീൻ നമ്മെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ ദിവസം നാം ആഘോഷിക്കുക. അല്ലാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തെ ശുക്ർ ചെയ്തുകൊണ്ട് അല്ലാഹുവിനെ നന്ദി അറിയിക്കുക. അല്ലാഹു പറയുന്നത് പോലെ, വഇദ് തഅദ്ദന റബ്ബുകും ലഇൻ ശകർതും ലഅസീദന്നകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തോട് നിങ്ങൾ കാണിക്കേണ്ട ബാധ്യത എന്താണ്? നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ അറിയിക്കുക. വലയിൻ കഫർതും, നിങ്ങൾ അല്ലാഹുവിന് ശുക്ർ ചെയ്യാതെ അല്ലാഹു നിങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയ ഈ ദിവസത്തെ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്ത്, മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്ത് അല്ലാഹുവിനെ ധിക്കരിച്ചാൽ, ഹറാമായ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന മുന്നറിയിപ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു അനുവദിക്കുന്ന രൂപത്തിൽ നാം ആഘോഷിക്കുക. ബലിപെരുന്നാളിൽ നാം ഓർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ്. ഇബ്രാഹിമി മില്ലത്തിന്റെ ഭാഗമായാണ് ബലിപെരുന്നാൾ നാം ആഘോഷിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ അത് ആഘോഷിക്കാൻ നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചരിത്രം നിങ്ങൾക്കറിയാം. ആ ചരിത്രം ഞാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ സഹോദരങ്ങളെ, ഈ 2 ചരിത്രങ്ങളിലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അത് തൗഹീദാണ്.
ഈ ദിവസത്തെ ഇബാദത്തിൽ ഏറ്റവും അധികം നാം ഓർക്കേണ്ട ഒരു കർമ്മം അത് തൗഹീദാണ്. എൻ്റെ ഇബാദത്ത്, എൻ്റെ ആരാധന അത് അള്ളാഹുവിന് മാത്രമായിരിക്കും. അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടിക്ക് എൻ്റെ ഇബാദത്ത് ഞാൻ നൽകുകയില്ല. ഞാൻ ബലിയർപ്പിക്കുമ്പോൾ, അള്ളാഹുവിന് വേണ്ടി ഉളഹിയത്ത് അറുക്കുമ്പോൾ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം. അതല്ലാതെ അള്ളാഹു അല്ലാത്തൊരു സൃഷ്ടികൾക്ക് വേണ്ടി ബലിയർപ്പിക്കാൻ പാടില്ല. ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രമേ ചെയ്യാവൂ. തൗഹീദിന്റെ വക്താക്കളായിരിക്കണം നമ്മൾ. അതാണ് ബലിപെരുന്നാൾ സന്ദേശം നമുക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തൗഹീദിന്റെ ആശയങ്ങളാണ്. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുള്ള ആയത്തുകൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. എത്രയെത്ര ആയത്തുകൾ, അനേകം ആയത്തുകളിൽ അള്ളാഹു നമ്മോട് പറയുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്രത്തോളം തൗഹീദിന് വേണ്ടി പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ അരികിൽ ചെന്നുകൊണ്ട് അദ്ദേഹം തൗഹീദ് പറഞ്ഞു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തെ ആട്ടിയകറ്റിയ സംഭവം നമുക്കറിയാം. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, لقد كانت لكم أسوة حسنة في إبراهيم والذين معه. നിങ്ങൾക്ക് ഇബ്രാഹിം നബിയിൽ ഉത്തമമായ മാതൃകയുണ്ട്. ശേഷം അള്ളാഹു വിശദീകരിക്കുന്നു, ഇത് ഖാലൂ ലിഖൗമിഹിം, അദ്ദേഹം തന്റെ സമുദായത്തോട് പറഞ്ഞത് എന്താണ്? ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറഞ്ഞു, നിങ്ങളിൽ നിന്നും നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ മുക്തനാണ്, അതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. കഫർനാ ബികും വബദാ ബൈനനാ വബൈനകുമുൽ അദാവതു വൽ ബഗ്ളാഉ അബദാ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹ. നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന കാലത്തോളം നിങ്ങളും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. നിങ്ങളും ഞാനുമായി എന്തെങ്കിലും ഒരു ബന്ധം വേണമെങ്കിൽ ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹ, നിങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കണം, ആരാധനകൾ അവന് വേണ്ടി മാത്രം ചെയ്യണം. ഒരു കല്ലിനും നിങ്ങൾ ഇബാദത്തുകൾ നൽകരുത്, ഒരു വ്യക്തിക്കും നിങ്ങൾ ഇബാദത്തുകൾ നൽകരുത്, ഒരു വലിയനും ഒരു നബിയിനും ഒരു മലക്കിനും സഹോദരങ്ങളെ നിങ്ങൾ ഇബാദത്ത് നൽകരുത്. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രഖ്യാപനം. അതാണ് അള്ളാഹു നമ്മോട് പിൻപറ്റാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നത്. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. താരിഖ് ഇബ്നു അബ്ദുല്ലാഹിൽ മുഹാരിബി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽ മജാസ് ചന്തയിൽ തൗഹീദ് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് നടക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, അല്ലാഹുവിന് മാത്രം ആരാധനകൾ നൽകുമെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം പ്രാപിക്കാം. താരിഖ് ഇബ്നു അബ്ദുല്ല പറയുന്നു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പിന്നാലെ ഒരു വ്യക്തി നടന്നുകൊണ്ട് പറയുന്നു, ലാ തുസദ്ദിഖൂഹു ഫഇന്നഹു കദ്ദാബ്. അവൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്, അവൻ കള്ളം പറയുന്നവനാണ് എന്ന് അബൂ ലഹബ് പ്രവാചകന്റെ പിന്നാലെ നടന്നുകൊണ്ട് പറയുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് താരിഖ് ഇബ്നു അബ്ദുല്ലാഹിൽ മുഹാരിബി റളിയല്ലാഹു അൻഹു പറയുന്നതായി ഇമാം ദാറഖുത്നി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നതിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് നാം മുറുകെ പിടിക്കുക, ആരാധനകൾ അല്ലാഹുവിന് മാത്രം നൽകുക. നിങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞുപോയി ഉളഹിയ്യത്ത് അറുക്കുമ്പോൾ അത് അല്ലാഹുവിന് വേണ്ടി ആയിരിക്കുക, ഉളഹിയ്യത്ത് അല്ലാഹുവിന് വേണ്ടി മാത്രം അറുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാഹ്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ ആരെങ്കിലും ബലിയർപ്പിച്ചാൽ അവന് അള്ളാഹുവിൽ നിന്നുള്ള ശാപമുണ്ടാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹു അവനെ ശപിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാം. അതേപോലെ ഇന്നത്തെ ദിവസം നാം ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൽക്കർമ്മമാണ് ഉദ്ഹിയ്യത്ത് എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ വന്നതുപോലെ അവിടുത്തെ പെരുന്നാൾ ദിവസങ്ങളിൽ 2 ആടുകളെ അറുക്കാറുള്ളതായി സഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണാം. അതുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നാം ബലിയർപ്പിക്കുക. അല്ലാഹു പറയുന്നു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഇന്നത്തെ ദിവസം നിങ്ങൾ ബലിയർപ്പിക്കുമ്പോൾ അതിലെ മാംസവും അല്ലെങ്കിൽ അതിന്റെ രക്തവുമല്ല അല്ലാഹുവിലേക്ക് എത്തുന്നത്, മറിച്ച് അതിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ഇഖ്ലാസ്, നിങ്ങളുടെ തഖ്വ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എത്തുന്നത്. അതുകൊണ്ട് സഹോദര, നീ ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ അല്ലാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. നീ അറുക്കുന്ന ഉദ്ഹിയ്യത്തിന്റെ വലിപ്പം പറഞ്ഞ് ആളുകളുടെ മുമ്പിൽ നീ പെരുമ നടിക്കാൻ പാടില്ല. അത് ഇബാദത്താണ്. ഇബാദത്തിനെ അതിന്റെ ചൈതന്യത്തോടു കൂടി ചെയ്യാൻ നിനക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട് പരിശുദ്ധമായ
പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ധാരാളം അധ്യാപനങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമതായി, ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ അറവ് മൃഗത്തെ ഖിബ്ലക്ക് മുന്നണിക്കുക എന്നുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. ഇമാം അബ്ദുർ റസാഖ് അസ്സനആനി അദ്ദേഹത്തിന്റെ മുസന്നഫിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമറിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം, ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ അതിനെ ഖിബ്ലക്ക് മുന്നിട്ട് നിർത്തുക എന്നുള്ളത് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചര്യയാണ്. മാത്രമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറയാറുള്ളതായി ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ കാണാം. സഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ഹിയ്യത്ത് അറുക്കുമ്പോൾ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി വമിൻ ഫുലാൻ, അഥവാ നാം ഉദ്ഹിയ്യത്ത് അറുക്കുകയാണെങ്കിൽ, നാം നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി അറുക്കുകയാണെങ്കിൽ അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി വമിൻ അഹ്ലി ബൈതി എന്ന രൂപത്തിൽ പറയലും സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തിന്റെ സമയം അല്ലാഹുമ്മ മിൻക വലക എന്ന് പറയൽ സുന്നത്താണ് എന്ന് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബൈഹഖി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന അസറിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സ്വഹാബികളിൽ നിന്ന് വന്ന ഈ ആധാറുകൾ നിങ്ങളുടെ ഉദ്ഹിയ്യത്തിൽ നിങ്ങൾ സ്വീകരിക്കുക. ആദ്യം ഉദ്ഹിയ്യത്ത് അറുക്കുന്നതിന് മുമ്പ് അല്ലാഹു അക്ബർ അല്ലാഹുമ്മ മിൻക വലക എന്ന് പറയുക. അറുക്കുന്നതിന് മുമ്പ് അറുക്കുന്ന സമയം ബിസ്മില്ലാഹ് അല്ലാഹുമ്മ തഖബ്ബൽ മിന്നി വമിൻ അഹ്ലി ബൈതി എന്ന് പറയലും സുന്നത്താണ്. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്ത് അറുത്തതിന് ശേഷം അതിന്റെ മാംസം 3ആയി വിഭജിക്കുക എന്നുള്ളത് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നല്ല പ്രവർത്തനമായി പറഞ്ഞതാണ് എന്ന് ഇമാം ഇബ്നു അബി ഷൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ ഉദ്ധരിച്ച അസറിൽ കാണാം. എങ്ങനെയാണ് 3ആയി ഭാഗിക്കേണ്ടത്? ഒരു ഭാഗം ആവശ്യക്കാർക്ക് നൽകുക, പാവങ്ങൾക്ക്, ഫഖീറിന്, മിസ്കീനിന് നൽകുക. രണ്ടാമത്തെ ഒരു ഭാഗം നമ്മുടെ കുടുംബക്കാർക്ക് നൽകുക. മൂന്നാമത്തെ ഒരു ഭാഗം നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. ഈ രൂപത്തിൽ ചെയ്യൽ നല്ലതാണ് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സുന്നത്തുകൾ, സ്വഹാബത്തിന്റെ ആധാറുകൾ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക. അതുപോലെ തന്നെ ഇന്ന് പല ആളുകളും വിട്ടുപോയ ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉദ്ഹിയ്യത്തിന് ശേഷം മുടി മുറിക്കുക എന്നുള്ളത് സ്വഹാബത്തിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ്. ഇമാം ഇബ്നു അബി ഷൈബ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മുസന്നഫിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അന്നഹു ദഹ്ഹാ ബിൽ മദീന വഹലഖ റഅസഹ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ അദ്ദേഹം മദീനയിൽ വെച്ച് ഉദ്ഹിയ്യത്ത് അറുക്കുകയും അദ്ദേഹത്തിന്റെ മുടി മുറിക്കുകയും ചെയ്തു. ധാരാളം ആധാറുകൾ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറയുന്നു, അതാണ് ശരിയായ മാർഗം. മുഹമ്മദ് ബിൻ സീരീനോട് ചോദിക്കപ്പെട്ടു, മുൻഗാമികൾ ഉദ്ഹിയ്യത്തിന് ശേഷം അവരുടെ മുടി മുറിക്കാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവരങ്ങനെ ചെയ്യാറുണ്ട്. ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലയുടെ സാഹിബായ മുഹമ്മദ് ബിൻ അൽ ഹസൻ അശ്ശൈബാനി ഈ വിഷയത്തിൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉദ്ഹിയ്യത്തിന് ശേഷം മുടി മുറിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ഇന്ന് ജനങ്ങൾ വിസ്മരിച്ചിരിക്കുന്ന ഈ ഒരു സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ ഹയാത്താക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പെരുന്നാൾ ദിവസം നാം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കുടുംബ ബന്ധം നിലനിർത്തുന്ന പ്രവർത്തനങ്ങൾ നാം ചെയ്യുക. കുടുംബക്കാരെ സന്ദർശിക്കുക, കുടുംബ വീടുകളിൽ പോവുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഅ, കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവൻ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അഅമാല ബനി ആദമ തുഅറദു അശിയ്യത കുല്ലി ഖമീസിൻ ഫലാ തുർഫഉ വലാ യുഖ്ബലു അമലു ഖാതിഇ റഹിം. എല്ലാ വ്യാഴാഴ്ച ദിവസത്തിലും എല്ലാവരുടെയും അമലുകൾ അല്ലാഹുവിന് മുമ്പിൽ നിരത്തപ്പെടും. കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നവന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദര, നിന്നോട് ആരെങ്കിലും ബന്ധം ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവനോട് നീ ബന്ധം ചേർക്കുക. അല്ലാഹുവിന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് നീ ബന്ധം ചേർക്കുക. അതിൽ നിനക്ക് യാതൊരു കുറവും വരാനില്ല. നീ ഈ ദുനിയാവിൽ അല്ലാഹുവിന് വേണ്ടി വിനയം കാണിച്ചാൽ പരലോകത്ത് അല്ലാഹു നിന്റെ സ്ഥാനം ഉയർത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബന്ധം പുതുക്കുക, പരസ്പരം സാഹോദര്യ ബന്ധം നിലനിർത്തുക, കുടുംബ ബന്ധം പുലർത്തുക. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുക. അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വബഅദ്. സഹോദരങ്ങളെ, നാം പറഞ്ഞതുപോലെ പെരുന്നാൾ ദിവസം ആഘോഷിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്.
ഈ ദിവസം നാം ആഘോഷിക്കണം. പക്ഷേ ആഘോഷത്തിൽ യാതൊരു കാരണവശാലും അതിര് കവിയാൻ പാടില്ല. ശരീഅത്ത് വിലക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടാ. പ്രത്യേകിച്ച് ഉണർത്താനുള്ളത് സ്ത്രീകളോടാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ ഇസ്ലാമികമായിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകളെ കുറിച്ച് ധാരാളം അധ്യാപനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുമ മർഅത്തിൻ ഇസ്തഅതറത് ഫമറത അലാ ഖൗമിൻ ലിയജിദു മിൻ റീഹിഹാ ഫഹിയ സാനിയ. ഏതെങ്കിലും ഒരു സ്ത്രീ സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വസ്ത്രങ്ങളിൽ സുഗന്ധം ഉപയോഗിക്കുകയും പുരുഷന്മാരുടെ അരികിലേക്ക് നടന്നു പോകുമ്പോൾ അവർക്ക് ആ സുഗന്ധത്തിന്റെ മണം ലഭിക്കുകയും ചെയ്താൽ, അന്യ പുരുഷന്മാരുടെ അരികിലേക്ക് കടന്നു പോകുമ്പോൾ അവർക്ക് അതിൻ്റെ സുഗന്ധം ലഭിക്കുകയും ചെയ്താൽ അവർ വ്യഭിചാരിണിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അവരുടെ വസ്ത്രം ശ്രദ്ധിക്കുക, സുഗന്ധദ്രവ്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ അവർ സൂക്ഷിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ പുറത്തേക്ക് പോകുമ്പോൾ സ്ത്രീകളൊക്കെ വഴികളിലുണ്ട് എങ്കിൽ നമ്മുടെ കണ്ണുകളെ നാം നിയന്ത്രിക്കുക. വക്കീ ഇബ്നുൽ ജറാഹ് റഹിമഹുല്ല പറയുന്നു, സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലയുടെ കൂടെ ഒരിക്കൽ പെരുന്നാൾ നിസ്കാരത്തിന് പോയപ്പോൾ അദ്ദേഹം നമ്മോട് പറഞ്ഞു, ഇന്ന് നാം തുടങ്ങേണ്ട ഒന്നാമത്തെ കാര്യം നമ്മുടെ കണ്ണുകളെ നിയന്ത്രിച്ചുകൊണ്ടാണ്. കണ്ണുകൾ താഴേക്ക് നോക്കിക്കൊണ്ട് നാം നടക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതുപോലെ തന്നെ പുരുഷന്മാർ അവരുടെ വീടുകളിലുള്ള സ്ത്രീകളുടെ വസ്ത്രങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവരുടെ വസ്ത്രങ്ങൾ സഹോദരങ്ങളെ നിർബന്ധമായും നാം ശ്രദ്ധിക്കണം. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നത അബദ. 3 വിഭാഗം ആളുകൾ അവരൊരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. ഒന്നാമത്തേത് അദ്ദയ്യൂസ്, ഒന്നാമത്തെ വ്യക്തി ദയ്യൂസ് ആണ്. രണ്ടാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർറജുലതു മിനൻ നിസാ. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മുദ്മിനുൽ ഖംർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് അമ്മാ മുദ്മിനുൽ ഖംർ ഫനഹ്നു നഅരിഫു. മുദ്മിനുൽ ഖംർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, സ്ഥിരമായി കള്ളു കുടിക്കുന്നവൻ. മറ്റേ 2 വിഭാഗം ആരാണ് ദയ്യൂസും അർറജുലതു മിനൻ നിസാ എന്ന് പറയുന്ന വിഭാഗവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അദ്ദയ്യൂസ് അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലി. തന്റെ വീട്ടുകാർ, തന്റെ ഭാര്യ, തന്റെ പെങ്ങൾ, അങ്ങനെയുള്ളവരോട് ഏത് അന്യപുരുഷനാണ് സംസാരിക്കുന്നത് അതൊന്നും വകവെക്കാതെ ഏത് അന്യപുരുഷന്റെ കൂടെയും തന്റെ വീട്ടുകാരെ, തന്റെ ഭാര്യയെ സംസാരിക്കാൻ വിടുന്ന, അവരോട് ഇടപഴകാൻ വിടുന്നവനാണ് ദയ്യൂസ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, കുടുംബക്കാരാണെന്ന് പറഞ്ഞ് മഹ്റമല്ലാത്ത ആളുകളുടെ അരികിൽ നമ്മുടെ സ്ത്രീകൾ പോകുന്നുവെങ്കിൽ അവരെ നിങ്ങൾ നിയന്ത്രിക്കുക. ഇത് അല്ലാഹുവിന്റെ ദീനാണ്, ഇത് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമമാണ്. അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നത അബദ. അവർ ഒരു കാലവും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. രണ്ടാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർറജുലതു മിനൻ നിസാ. സ്ത്രീകളിൽപ്പെട്ട റജുലയാണ്. സഹാബികൾ ചോദിച്ചു, ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലദീ തതശബ്ബഹു ബിർരിജാൽ. പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്നവരാണ്. ഇന്ന് നമ്മൾ കാണുന്നുണ്ടല്ലോ, പുറമെയൊക്കെ സ്ത്രീകൾ ഇറങ്ങി നടക്കുമ്പോൾ പുരുഷന്മാരുടെ വസ്ത്രം ധരിച്ച് പാന്റും ഷർട്ടും ധരിച്ച് നടക്കുന്നവർ. സഹോദരങ്ങളെ, അത് ആണുങ്ങളുടെ വസ്ത്രമാണ്, അത് സ്ത്രീകളുടെ വസ്ത്രമല്ല. അത്തരക്കാരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിട്ടുണ്ട്. നമുക്ക് അവരോട് വ്യക്തിപരമായി ദേഷ്യമുള്ളത് കൊണ്ടല്ല, പക്ഷേ ഇത് ദീനിന്റെ അധ്യാപനമാണ്. അത് പാലിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് അത്തരക്കാർ, പുരുഷന്മാരുടെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ, അതുപോലെ തന്നെ മഹ്റമല്ലാത്ത ആളുകളോട് ഇടപഴകുന്ന സ്ത്രീകൾ, അവരുടെ ആളുകൾ ഒരിക്കലും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസങ്ങളിൽ ചില ആളുകൾ വാഹനങ്ങളും മറ്റും എടുത്തു പോകുന്ന സമയം വാഹനങ്ങളിൽ പാട്ടുകൾ വെക്കും, മ്യൂസിക്കുകൾ വെക്കും, വീടുകളിൽ മ്യൂസിക്കുകൾ വെക്കും. സഹോദരങ്ങളെ, റബ്ബ് നമുക്ക് നൽകിയിരിക്കുന്ന നിഅമത്തിനോട് നാം നന്ദി കാണിക്കേണ്ടത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം ചെയ്തുകൊണ്ടാണ്, ഹറാമ് ചെയ്തുകൊണ്ടല്ല. മ്യൂസിക്കുകൾ ഹറാമാണ്. സഹീഹുൽ ബുഖാരിയിൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലയകൂനന്ന മിൻ ഉമ്മതി അഖ്വാം. എൻ്റെ സമുദായത്തിൽ ചില ആളുകൾ വരും, യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീർ വൽ ഖംറ വൽ മആസിഫ്. അവർ ഇസ്ലാം നിഷിദ്ധമാക്കിയ പല പ്രവർത്തനങ്ങളും ചെയ്യും. 1-2 കാര്യങ്ങൾ എണ്ണിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ ഖംറ, അവർ കള്ളു കുടിക്കും. കള്ളിനെ വേറെ ചില പേരുകൾ വെച്ചുകൊണ്ട് അവർ കള്ളു കുടിക്കും. വൽ മആസിഫ്, സംഗീതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചു തുടങ്ങുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കള്ളിന്റെ കൂടെ അല്ലാഹുവിന്റെ റസൂൽ എടുത്തു പറഞ്ഞ മഹാപാപമാണ് മ്യൂസിക് എന്നുള്ളത്. അതുകൊണ്ട് മ്യൂസിക് കേൾക്കുന്നവർ, വീട്ടിൽ മ്യൂസിക്
മ്യൂസിക് വെക്കുന്നവർ അവരറിയുക അവർ ധിക്കരിക്കുന്നത് റബ്ബിനെയാണ്. അവരുടെ ആ ധിക്കാരത്തിന്റെ സാഹചര്യത്തിലെങ്ങാനും അവർ മരണപ്പെട്ടു പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓരോരോ അടിമയും എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് അള്ളാഹുവിന്റെ മുന്നിലേക്ക് വരിക എന്നുള്ളത്. അതുകൊണ്ട് റബ്ബിനെ ധിക്കരിക്കുന്നതിനെ നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ നിങ്ങൾ വിലവെക്കുക. ആ അനുഗ്രഹത്തെ റബ്ബ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് ഏറ്റവും നല്ല രീതിയിൽ നിർവഹിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നാം ദുആ ചെയ്യുക. ഫലസ്തീനിലും ഗസയിലും പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, അവരുടെ വേദന നമ്മുടെ വേദനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ഒരു ഭവനം പോലെയാണ്, ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅദുഹു ബഅദ, അതിൽ ചിലത് മറ്റു ചിലതിന് ബലം നൽകുന്നു എന്ന് പറഞ്ഞതുപോലെ അവരുടെ വേദന, അവരുടെ പ്രയാസം നമ്മുടെ പ്രയാസമായി കണ്ട് അവർക്ക് വേണ്ടി നാം ദുആ ചെയ്യുക. എന്നാൽ നമ്മുടെ ആഘോഷങ്ങളെ മാറ്റി നിർത്തണമെന്ന് അതിനർത്ഥമില്ല. ഞാൻ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞതുപോലെ പഴയ കാലഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് പ്രയാസം ഒരു വശത്തുണ്ടായിരുന്നുവെങ്കിലും ഇസ്ലാമിൻ്റെ ഷിആറുകൾ ഉയർത്തുന്ന ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ആഘോഷിക്കുക എന്നുള്ളത് മുസ്ലിമിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് ആഘോഷിക്കുക ഇസ്ലാം അനുവദിക്കുന്ന രൂപത്തിൽ. അതോടൊപ്പം നമ്മുടെ സഹോദരങ്ങളെയും ഓർക്കാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനമായി ജുബൈർ ഇബ്നു നുഫൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, സഹാബികൾ ഈദ് ദിവസത്തിൽ പരസ്പരം കാണുമ്പോൾ അവർ പറയാറുള്ളത് തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നാണ്. അത്തരത്തിൽ നമ്മൾ പരസ്പരം പറഞ്ഞുകൊണ്ട് പിരിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും.